എക്സാമിൻ്റെ 2 ദിവസം മുന്നേ കേട്ടോ എനിക്ക് പഠിക്കാനുള്ളൊരു ത്വരയൊക്കെ വരുന്നത്. അപ്പോൾ സ്റ്റഡി ലീവിൽ മൊത്തം കളിച്ചുഴപ്പിങ്ങനെ നടക്കുമായിരുന്നു. ബുക്കൊക്കെ എടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും റീൽസ് കാണൽ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ റീൽസ് എഡിറ്റ് ചെയ്യുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, മമ്മുവിൻ്റെ കൂടെ റീൽസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിക്കാനുള്ള ത്വര വന്ന അന്ന് രാവിലെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു പോസ്റ്റ് ഓഫീസിൽ എന്തോ അവൾക്ക് പോസ്റ്റ്മാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ സാധനം റിട്ടേൺ അയക്കാൻ നിൽക്കുകയാണ്, അപ്പോൾ വേഗം പോയി കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് എനിക്ക് എന്തായാലും പോകണം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെ ആഡ് ഷൂട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് 2 ഷൂട്ടുണ്ട്, അപ്പോൾ എനിക്ക് വരാൻ പറ്റുമെന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ്, ഞാൻ എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്, ഐ വിൽ കം എന്ന് പറഞ്ഞിട്ട് ആദ്യം പോസ്റ്റ് ഓഫീസിൽ പോയി സാധനം കളക്ട് ചെയ്തിട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ഗൈസ്. ഡിഗ്രി കഴിയാണ്ട് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി. സംഭവം അനിയത്തി വർക്ക് ചെയ്തതിൻ്റെ ആണ്. അവൾ PG ഫൈനൽ ഇയറാണ്, ഇനി ഒരു സെമ്മും കൂടി ഉള്ളൂ. ഇപ്പോഴാണ് ആ പെണ്ണൊരുത്തി ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണത്. എന്തായാലും അവളുടെ ഒരു തൊന്തരവ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ് കയറിയപ്പോൾ നല്ല മഴ കേട്ടോ. ഞാൻ വിൻഡോ സീറ്റിൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒടുക്കത്തെ മഴ, ഫുള്ള് നനയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഷട്ടറൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോക്ക് ആട്ടോ പോയിട്ടുള്ളത്. അവൻ്റെ ആഡ് ഷൂട്ട് കമ്പനിയൊക്കെ ഉണ്ട് അവന് സ്വന്തമായിട്ട്. എന്താപ്പോൾ ചെയ്യുക നമ്മൾ. അപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അവന് ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. 2 ഷൂട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഞാനെടുക്കും തെറ്റിക്കും വീണ്ടും റീഷൂട്ട് ചെയ്യും, എടുക്കും തെറ്റിക്കും റീഷൂട്ട് ചെയ്യും. 2 ഉള്ളതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 3-3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചിക്ക് ഇത് കിട്ടിയപ്പോൾ നല്ല പുലിവായിട്ടോ, മോളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഞാൻ പഠിക്കായിരുന്നപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. നോട്ട്സിലൊക്കെ എൻ്റെ ഓരോ കലാവിരുതുകൾ, ഞാനൊരു കലാകാരിയാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഇതൊക്കെ ഞാൻ ആരൊക്കെ ആലോചിച്ച് വരച്ചിട്ടുള്ളതാണ്, ആരാടോ എന്തോ പഠിച്ചവനറിയാം. അതും ഈ ചെക്കനാരാ, അതൊരു കപ്പിൾസ് ആവുന്നില്ലേ. പിന്നെ ഒരു താത്താനൊക്കെ വരച്ചിട്ടുണ്ട്. നോട്ട്സൊന്നും കാര്യമായിട്ട് എഴുതിയിട്ടുമില്ല, കുറേ പഠിക്കാനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ സ്റ്റഡി ലീവ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്.